കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മഹത്വമാണ്. മഹത്വം നിന്റെ തലമുറയ്ക്കും, മഹത്വം നിന്റെ വീടിനകത്തും, മഹത്വം നിന്റെ ശുശ്രൂഷയിൽ ചലിക്കാൻ തുടങ്ങിയ ചരിത്രം തിരിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗം ഒരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നല്ലോ. കർത്താവിൻ്റെ കരുതലും കർത്താവിൻ്റെ കരുണയും ഓരോ ദിവസത്തിലും നമുക്ക് അനുഭവിക്കാൻ, ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേൽ വസിക്കുന്നതുകൊണ്ടാണ്, കർത്താവിൻ്റെ തേജസ് നമ്മുടെ മേൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിനവും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയും കർത്താവ് കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് കേൾക്കുന്നതിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതിസന്ധികൾ, ചില സാഹചര്യങ്ങളുടെ അകത്ത് കയറിയിരുന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ചില വിഷയത്തിൻ്റെ അകത്ത് തലമുറകൾ പെട്ടുപോയി, ചില സാഹചര്യത്തിൻ്റെ അകത്ത് തലമുറകൾ വീണുപോയി. അത് നിമിത്തം ഭാരപ്പെട്ട് തളർന്നിരിക്കുന്ന കുടുംബങ്ങളെ, മാതാപിതാക്കളെ നോക്കി പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ള ദൈവശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ഞങ്ങൾ അതിനകത്തുനിന്ന് പുറത്തു വരത്തില്ല പാസ്റ്റർ, ആ തലമുറ അതിനകത്തുനിന്ന് പുറത്തു വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല പാസ്റ്റർ. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൻ്റെ അകത്താണ് എൻ്റെ തലമുറ പെട്ടുപോയിരിക്കുന്നത്. മറ്റുള്ള തലമുറ അങ്ങനെ സംഭവിച്ചു, അവരങ്ങനെ ആയിപ്പോയി പാസ്റ്ററെ, അതുപോലെ എൻ്റെ തലമുറയും അങ്ങനെ തന്നെയാണ്. അവർ അതിനകത്ത് പുറത്തു വരാൻ സാഹചര്യമില്ല. മറ്റുള്ള കുടുംബത്തിന് സംഭവിച്ചതുപോലെ ആ കുടുംബത്തിന് അങ്ങനെ സംഭവിച്ചു, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ, അതുപോലെ തന്നെയാണ് എൻ്റെ തലമുറയിലുള്ളത്. എങ്ങനെ രക്ഷപ്പെടുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല പാസ്റ്റർ, അവർ പുറത്തു വരത്തില്ല പാസ്റ്റർ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, മറ്റുള്ള കുടുംബം പോലെയല്ല നീ, മറ്റുള്ള തലമുറകളെ പോലെയല്ല നിൻ്റെ തലമുറ, മറ്റുള്ള വ്യക്തികളെ പോലെ അല്ല നീ. വ്യത്യാസമുണ്ട്. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. നിൻ്റെ മേലുള്ള വിളിയും തിരഞ്ഞെടുപ്പും വലുതാണ്. നിൻ്റെ മേലുള്ള അഭിഷേകം ചെറുതല്ല, വലുതാണ്. നിൻ്റെ മേലുള്ള മഹത്വം വലുതാണ്. നീ തകരുവാൻ, നീ ക്ഷീണിക്കുവാൻ, നീ തകർന്നു ധരിപ്പണമാകുവാൻ സ്വർഗം അനുവദിക്കത്തില്ലെന്നേ. ആ കുടുംബത്തിന് സംഭവിച്ചതുപോലെ, ആ തലമുറകൾക്ക് സംഭവിച്ചതുപോലെ, ആ മകൾക്ക് സംഭവിച്ചതുപോലെ, ആ മകന് സംഭവിച്ചതുപോലെ നിന്റെ മകനോ മകൾക്കോ സംഭവിക്കത്തില്ല. അല്പം പ്രതിസന്ധിയുടെ അകത്തോടെ പോകുന്നുണ്ടാകാം. ഇപ്പോൾ നിനക്ക് വേദനയായിരിക്കും അവർ തരുന്നത്. പക്ഷേ ഒരിക്കലും അവർ നിത്യമായി നിനക്ക് വേദന തരും എന്ന് ചിന്തിക്കരുത്. ഇല്ല, ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്തുനിന്ന് ആ തലമുറകൾ മഹത്വത്തോടെ അവർ പുറത്തു വരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയുന്നു, തലമുറയുടെ വിഷയത്തിൽ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ തകർന്നിരിക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ, അവരോട് ഉപദേശിക്കാൻ കഴിയാതെ, അവരോട് സംസാരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന തലമുറ ഉള്ള മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. നീ ഭാരപ്പെടേണ്ട, നിന്റെ തലമുറ പുറത്തു വരും. നീ ഭാരപ്പെടേണ്ട, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ആ തലമുറ നിമിത്തം നിനക്ക് അനുഗ്രഹമുണ്ടാകാൻ പോകുന്നു. ആ തലമുറ നിമിത്തം നിനക്ക് സമാധാനം ഉണ്ടാകാൻ പോകുന്നു. സമാധാനം തരാത്ത, സന്തോഷം തരാത്ത ആ തലമുറ നിമിത്തം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിനക്ക് സമാധാനമുണ്ടാകും, നിനക്ക് സന്തോഷമുണ്ടാകും, നിനക്ക് ആനന്ദമുണ്ടാകും. മറ്റുള്ള കുടുംബത്തിൽ എന്തു സംഭവിച്ചു അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ നോ, അല്ല 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 ആ കുടുംബം നേരിടുന്ന പോലെയല്ല നിന്റെ കുടുംബം. നിന്റെ കുടുംബം പോകുന്ന പ്രതിസന്ധി കൂടെ പോയ കുടുംബങ്ങൾ പലതും ജീവിതത്തിൻ്റെ പാതയിൽ വീണുപോയപ്പോൾ നിന്റെ കുടുംബം ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം ദൈവിക പദ്ധതിയിൽ നീ കയറി നിൽക്കുന്നത് കൊണ്ടാണ്. നീ ദൈവിക പദ്ധതിയുടെ അകത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. നിന്റെ കുടുംബം ദൈവിക പദ്ധതിയുടെ അകത്താണ് നിൽക്കുന്നത്. നീ തകരുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. പലതും പറഞ്ഞേക്കാം. നീ ശരിയല്ലെന്നും, നിന്റെ ആത്മാവ് ശരിയല്ലെന്നും, നിന്റെ പ്രാർത്ഥന ശരിയല്ലെന്നും, നിന്നിലുള്ള അഭിഷേകം ശരിയല്ലെന്നും, നിന്നിലുള്ള ശുശ്രൂഷ ശരിയല്ലെന്നും, നിന്റെ തലമുറ ശരിയല്ലെന്നും പലതും പല കമൻറ്റുകളും വന്നേക്കാം. മൈൻഡിൽ നെവർ മൈൻഡ്. യേശു ക്രിസ്തുവിനെയും ഇതുപോലെ തന്നെ പലതും
പലരും പറഞ്ഞിട്ടുണ്ട്. യേശു അതൊന്നും കേട്ട് മൈൻഡ് ചെയ്തില്ല. യേശുവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങളെ ഏൽപ്പിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം, അവൻ നൽകിയിരിക്കുന്ന അഭിഷേകത്തിനൊത്തവണ്ണം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുക. ആമേൻ, ആമേൻ. നാട്ടുകാരെന്തു പറയുന്നു, വീട്ടുകാരെന്തു പറയുന്നു, അത് നമുക്ക് നോക്കണ്ട. കർത്താവ് എന്തു പറയുന്നു അത് കേൾക്കുക, അത് ചെയ്യുക. ആമേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന, ആമേൻ, ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട്, ആമേൻ, മാതാപിതാക്കളോട്, തലമുറകളോട് ഞാൻ പറയുന്നു, നിന്റെ തലമുറ, നിന്റെ കുടുംബം, നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നിരാശപ്പെട്ട് നിൽക്കുന്ന ദൈവജനത്തോടുള്ള പ്രവചന ശബ്ദത്തെയാണ്, ആമേൻ, ഈ സമയം ഞാൻ കൈമാറുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഒത്തിരി ഈ ഒരു വിഷയത്തെ പറയുവാൻ ഈ ഒരു ടൈമിന് വേണ്ടി ഒത്തിരി സമയം ഞാൻ ചെലവിട്ടു. ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഞാൻ എൻ്റെ പല ദൈവദാസന്മാരെ വിളിച്ച് അവരെ കൂടി പ്രാർത്ഥിപ്പിച്ചു. ദൈവദാസന്മാരെ എനിക്ക് ഈ മെസ്സേജ് കൈമാറുവാൻ, എൻ്റെ ദൈവം ഏൽപ്പിച്ച ഈ പ്രവചന ശബ്ദങ്ങളെ കൈമാറാൻ എനിക്ക് പറ്റുന്നില്ല. പല രാത്രികൾ 3 മണി 2 മണി ആ സമയങ്ങളിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. ഭയങ്കര ക്ഷീണം വരുന്നു, തളർച്ച വരുന്നു, ഞാൻ കിടക്കുക, പറ്റുന്നില്ല. അമ്മേൻ, ഇന്ന് 2 ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഈ രാത്രിയിൽ ഒത്തിരി സമയം പ്രയറിലിരുന്നു പ്രാർത്ഥിച്ച് ദൈവസന്നിധി, ദൈവശക്തി ഏറ്റെടുത്ത് ദൈവശബ്ദത്തെ ഞാൻ സ്വീകരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ. ഇത് ചില തലമുറകളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവശബ്ദം, ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവശബ്ദമാണ്. ആമേൻ. പിശാചൊരിക്കലും, ആമേൻ, തലമുറകളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ, ആമേൻ. പിശാചൊരിക്കലും ഒരു കുടുംബം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ തലമുറകളെ, കുടുംബങ്ങളെ ഒതുക്കാൻ നോക്കുന്ന ആ ഇരുട്ടിൻ്റെ ശക്തി അഴിയുന്ന രാത്രിയായി, അഴിയുന്ന നിമിഷങ്ങളായി മാറട്ടെ. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ രാത്രി 1 മണി സമയത്ത് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഉറക്കം കളഞ്ഞ് ശുശ്രൂഷിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നോട് കൈമാറിയ ദൈവശബ്ദമാണ്. ആമേൻ. ഇത് കുടുംബങ്ങളുടെ അകത്ത് തലമുറയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന, ആമേൻ, ആമേൻ, ശുശ്രൂഷയായി ഇത് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ ഇതിനെ ഏറ്റെടുക്കുക. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 49-ാം വാക്യം ഞാൻ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 49-ാം വാക്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണികളുടെ ഒരാൾ വന്ന്, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടപ്പോൾ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. ആമേൻ എന്ന് പറഞ്ഞേ. അവൾ രക്ഷപ്പെടും. പറ, അവൾ രക്ഷപ്പെടും. പറ, അവൻ രക്ഷപ്പെടും. നിങ്ങൾ പറ, നിങ്ങളുടെ വായും കൊണ്ട് നിങ്ങൾ പറയുക. ആമേൻ. ഇത് യേശു പറഞ്ഞ പദമാണ്, ഒരു മനുഷ്യൻ പറഞ്ഞ പദമല്ല, യേശു പറഞ്ഞ പദമാണ്. അവൻ രക്ഷപ്പെടും, അവൾ രക്ഷപ്പെടും. ആമേൻ. എന്നാൽ അവർ കേൾക്കുന്നത് നെഗറ്റീവാണ്. ആമേൻ. അവിടെ നിൽക്കുന്ന ജനം കേട്ടത് നെഗറ്റീവാണ്. ആമേൻ. ഈ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന് പറയുമ്പോൾ, ആമേൻ, ആ കേൾക്കുന്ന പള്ളിപ്രമാണി ആയിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് വന്ന ആൾക്കാരായിരിക്കും, അവർ കേൾക്കുന്നത് നെഗറ്റീവാണ്. അവർ വന്ന വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി അവർ യേശുവിൻ്റെ അടുത്ത് വന്നത്. പക്ഷേ, ആമേൻ, അവർക്ക് കിട്ടുന്ന ന്യൂസ് ആ മകൾ മരിച്ചു എന്നുള്ള ന്യൂസാണ് കേൾക്കുന്നത്. ആമേൻ. സീരിയസ് ആയി കിടക്കുന്ന ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആമേൻ, യേശുവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥന ചോദിച്ച് നിൽക്കുമ്പോൾ, യേശുവിനെ ക്ഷണിക്കാൻ, യേശുവിനെ കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആ വ്യക്തിയുടെ അടുത്ത്, ആ അപ്പൻ്റെ അടുത്ത് വരുന്ന ന്യൂസ്, ആമേൻ, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട. ആമേൻ. ഇനി ആ മകളെ നോക്കണ്ട, അത് കഴിഞ്ഞു. ഇനി ആ മകനെ നോക്കണ്ട, അത് കഴിഞ്ഞു. ഇനി എന്തിനാ ദൈവത്തെ പ്രയാസപ്പെടുത്തുന്നത്? ഇനി എന്തിനാ വെറുതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിന്റെ ശരീരത്തെ കളയുന്നത്? ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അത് കഴിഞ്ഞു. ഇനി അതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി അവൾ രക്ഷപ്പെടത്തില്ല, ഇനി അവൻ രക്ഷപ്പെടത്തില്ല എന്ന് നാട്ടുകാർ പറയും. കാരണം സാഹചര്യം കണ്ട്, കാരണം അവരുടെ സ്വഭാവം കണ്ട്, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് അവർ പറയുന്നു, രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല, അനുഗ്രഹിക്കപ്പെടാനുള്ള ചാൻസ് ഇല്ല, അവർ കയറി വരാനുള്ള ചാൻസ് ഇല്ല, അവർ ജയിക്കാനുള്ള ചാൻസ് ഇല്ല, അവർ അനുഗ്രഹിക്കപ്പെടാനുള്ള ചാൻസ് ഇല്ല. ഇത് ആ സാഹചര്യം വെച്ച്
ജനം പറയുന്ന പദമാണ്. ആമേൻ. കാരണം ഇങ്ങനെ പോയത് ആരും പുറത്തു വന്നിട്ടില്ല, ഇങ്ങനെ പോയ ആരും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല, ഇങ്ങനെ പോയ ആരും ഇതൊരു രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. ആമേൻ. പക്ഷെ അതുപോലെയല്ല നിന്റെ തലമുറ, അതുപോലെയല്ല നീ, അതുപോലെയല്ല നിന്റെ കുടുംബം. വ്യത്യസ്തമാണ്. നിന്റെ കുടുംബം ദൈവിക പദ്ധതിയിലുള്ളതാണ്, നിന്റെ തലമുറ ദൈവിക പദ്ധതിയിലുള്ളതാണ്. നീ ദൈവിക പദ്ധതിയിൽ ഉള്ള കുഞ്ഞാണ്, നീ ദൈവിക പദ്ധതിയിൽ ഉള്ളവനാണ്. ആമേൻ. നീ കർത്താവിൻ്റെ കരത്തിലുള്ളതാണ്, കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നതാണ്, ദൈവം നിന്നെ വേർതിരിച്ചതാണ്. ആമേൻ. അവൻ നിന്നെ വിളിച്ചിരിക്കുന്നേ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ചെറുതല്ല. നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഇപ്പോഴത്തെ ഏതോ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയതുകൊണ്ട് ഇനി രക്ഷപ്പെടത്തില്ല എന്ന് പറയരുത്. നീ രക്ഷപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു വരും. ആമേൻ. മനുഷ്യരുടെ പദങ്ങളെ അവിടെ യേശു നോക്കി. ആമേൻ. അവിടെ വന്ന് ജനം പറയുന്ന പദം ഇതാണ്: നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട. യേശു അത് കേട്ട ഉടനെ യേശു പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്റെ മകൾ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. മരിച്ചു എന്ന് പറയുന്നിടത്ത് യേശു പറയുന്നു, ആമേൻ, ഒരു കൂട്ടർ എന്ന് പറയുന്നു മരിച്ചുപോയി, രക്ഷപ്പെടത്തില്ല, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട എന്ന് പറയുമ്പോൾ ആമേൻ, യേശു പറയുന്ന പദം വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. ആമേൻ. ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ആമേൻ. ഈ മെസ്സേജിനെ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റും? ആമേൻ. നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ തലമുറ രക്ഷപ്പെടും, നിന്റെ മകൾ രക്ഷപ്പെടും, നിന്റെ മകൻ രക്ഷപ്പെടും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് യേശു കൈമാറുന്ന ദൈവശബ്ദം നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. ആമേൻ. കർത്താവ് സംസാരിക്കുന്ന ദൈവശബ്ദം, ഇത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് കൈമാറുന്നത്. ആമേൻ. രക്ഷപ്പെടാൻ പോകുന്നു നിന്റെ തലമുറ. യേശുവിന്റെ നാമത്തിൽ തലമുറകൾ പുറത്തു വരട്ടെ. വിശ്വസിക്കാൻ തയ്യാറാകുക. വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ആമേൻ. ഇതൊരു ശിഷ്യന്മാർ പറഞ്ഞ പദമല്ല, യേശു പറഞ്ഞ പദമാണ്. ആമേൻ. എന്താ യേശു പറഞ്ഞേ? യേശു അത് കേട്ടപ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ. ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്ന പദം, ആമേൻ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ തലമുറ രക്ഷപ്പെടും. ആമേൻ. ഭയപ്പെടേണ്ട. ആമേൻ. അപ്പോൾ അതൊന്ന് പറയണം, ഭയപ്പെടേണ്ട. യേശു പറയുന്നു ഭയപ്പെടേണ്ട. ഭയപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്, ഭയപ്പെടുന്ന രീതിയിലാണ് നിന്റെ തലമുറയുടെ ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ യേശു പറയുന്നു ഭയപ്പെടേണ്ട. ആമേൻ. ആര് നോക്കിയാലും, നിങ്ങൾ നോക്കിയാലും ഭയപ്പെടുന്ന വിഷയമാണ്. ആമേൻ. ഞാനോട് പറഞ്ഞാലും അവർ ഭയപ്പെടുന്ന സാഹചര്യത്തിൻ്റെ അകത്താണ് നിന്റെ തലമുറ ഇരിക്കുന്നത്, നീ ഇരിക്കുന്നത്, നിന്റെ കുടുംബം ഇരിക്കുന്നത്. പക്ഷേ യേശു പറയുന്നു ഭയപ്പെടേണ്ട. ആമേൻ. ഇവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. ഈ വിശ്വാസത്തിലാണ് ആമേൻ ഒരു ചാൻസസും ഇല്ലാത്ത സാഹചര്യത്തിൻ്റെ അകത്ത് ആമേൻ ഭയപ്പെടാതെ വിശ്വസിക്കാൻ തയ്യാറായാൽ മഹത്വം ചലിക്കുന്നത്, അത്ഭുതം നടക്കുന്നത് നിങ്ങൾ കാണും. ആമേൻ. അവിടെ യേശു പറയുന്ന പദം അതുപോലെ തന്നെ സ്വീകരിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം അവർ കണ്ടട്ടോ എന്ന് പറയുന്നത്. യാരോസിൻ്റെ വീട്ടിൽ നിന്ന്, പള്ളിപ്രമാണിൻ്റെ വീട്ടിൽ നിന്ന് അവർ ലൈവ് കണ്ടതാണ്. അവൾ മരിച്ചു, ലൈവ് കണ്ടട്ടോ എന്ന് പറയുന്നത് നിന്റെ മകൾ മരിച്ചു പോയി, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ യേശു ചോദിക്കുന്നത്, എടാ മോനെ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞ കാര്യം കറക്റ്റാണ്, അവൾ മരിച്ചു, നീ നോക്കണ്ട, ശരിയാ. പക്ഷേ മരിച്ചാലും ജീവിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന്, ആർക്കും വിടിവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൻ്റെ അകത്ത് നിൻ്റെ തലമുറ പോയാലും അതിൻ്റെ അകത്തുനിന്ന് ആ തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് കഴിയുമെന്ന്, പുനരുദ്ധാനം ജീവനുമായ യേശുവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കാൻ പറ്റുമോ? നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നീ വിശ്വസിക്കാൻ തയ്യാറായാൽ എത്ര പിശാചിൻ്റെ പിടിക്കകത്ത്, ശാപത്തിൻ്റെ പിടിക്കകത്ത്, രോഗത്തിൻ്റെ പിടിക്കകത്ത് ആമീൻ അവർ കുരുങ്ങിപ്പോയാലും അതിൻ്റെ അകത്തുനിന്ന്
പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന യേശു ക്രിസ്തുവിൻ്റെ പദം. ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്ത്? യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറാകുക. എൻ്റെ മകളെ ജീവിപ്പിക്കുവാൻ, എൻ്റെ മകനെ ജീവിപ്പിക്കുവാൻ, എൻ്റെ മകളെ സൗഖ്യമാക്കുവാൻ, എൻ്റെ മക്കളെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ വിളിക്കുന്ന യേശുവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകുക. നീ ഇപ്പോൾ വന്നു നിൽക്കുന്ന ഇടം, യായിറോസെ, നീ ഇപ്പോൾ വന്നു നിൽക്കുന്ന ഇടം, സകലതും ചെയ്യാൻ കഴിയുന്നവൻ്റെ ഇടത്താണ് വന്നിരിക്കുന്നത്. മരണം അവന് വിഷയമല്ല. കാരണം ഇവൻ പുനരുത്ഥാനം ജീവനുമാണ്. ഇവന് കഴിയാത്തൊരു കാര്യമില്ല. ഇവൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാണ്. ഇവൻ അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കാൻ തയ്യാറാകുക. അല്ല പാസ്റ്ററെ, ഞങ്ങൾ നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഞങ്ങൾ ഒരു വല്ലാത്ത ക്രിറ്റിക്കൽ സ്റ്റേജിൻ്റെ അകത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ഒരു സിറ്റുവേഷൻ്റെ അകത്താണ്. കാരണം എനിക്ക് എൻ്റെ തലമുറയോടൊന്ന് ഉപദേശിക്കാൻ കഴിയുന്നില്ല. എന്നെ ഒത്തിരി പാരൻസ് വിളിക്കുന്നുണ്ട്. ഒത്തിരി തകർന്നിരിക്കുന്ന, തരിപ്പണമായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ തകർന്നിരിക്കുന്ന, അവരുടെ ഭാവിയോടുള്ള വിഷയത്തിൽ തകർന്നിരിക്കുന്ന പാരൻസുകൾ എന്നെ വിളിക്കാറുണ്ട്. അവർക്ക് അവരോട് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. മനം തകർന്നിരിക്കുന്ന അമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ തലമുറ ഒരത്ഭുതമായി പുറത്തു വരും. യായിറോസിൻ്റെ മകളെ യേശു ഉയർപ്പിച്ചതുപോലെ ആത്മീയ മരണം സംഭവിച്ചു കിടക്കുന്ന, ജീവിതത്തിൻ്റെ പല മേഖലയിൽ മരണപ്പെട്ട് കിടക്കുന്ന, ചില കുരുക്കിൻ്റെ അകത്ത് പെട്ട് കിടക്കുന്ന തലമുറകളെ യേശു ജീവിപ്പിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകുക. ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ മൈൻഡ് ചെയ്യേണ്ട, പ്രാർത്ഥിക്കുക. എൻ്റെ യേശു അത്ഭുതം ചെയ്യും. എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടി യേശു അത്ഭുതം ചെയ്യും. എൻ്റെ കുടുംബത്തിന് വേണ്ടി യേശു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. ഫാമിലി വിഷയത്തിൽ തകർന്നിരിക്കുന്ന, കുടുംബ ബന്ധത്തിൻ്റെ അകത്ത് ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ഫാമിലീസുകൾ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഒരുമിച്ചൊരു കുടുംബജീവിതം നയിക്കാൻ കഴിയുന്നില്ല. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. കുടുംബ ബന്ധത്തെ തകർക്കുന്ന പിശാചിൻ്റെ വ്യാപാരത്തെ പൊളിക്കുന്ന ഈ അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ നിങ്ങൾ വിജയിക്കും. അഭിഷേകത്തിനല്ലാതെ ഈ തലമുറയെ നേടാൻ, പുറത്തെടുക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ഉപദേശിച്ചുകൊണ്ടോ, ഉപദേശിമാർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടോ, ഉപദേശിച്ചുകൊണ്ടോ കാര്യമില്ല. വേണം, ഇതെല്ലാം വേണം, വേണ്ടെന്നല്ല കേട്ടോ, വേണം. പക്ഷേ ഇതിൻ്റെ അപ്പുറം ഈ തലമുറ അഭിഷേകത്തിൽ നിറഞ്ഞേ പറ്റൂ, പ്രാർത്ഥന മുറിയിൽ കയറിയേ പറ്റൂ. കുടുംബത്തിനും മാതാപിതാക്കൾക്കും പ്രാർത്ഥന ജീവിതം ഉണ്ടായേ പറ്റൂ. ഇനി ഒരു രക്ഷയുമില്ല, പ്രാർത്ഥന മുറിയിൽ കയറുക. ഇവരെ തിരിക്കാൻ, ഇവരുടെ മൈൻഡ് തിരിക്കാൻ, ഇവരുടെ ജീവിതത്തെ തിരിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവേ, ഈ തലമുറയെ തുടരണമേ. പരിശുദ്ധാത്മാവേ, ഈ തലമുറയെ ദൈവത്തിൻ്റെ പദത്തിലേക്ക് തിരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറ രണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വേർപിരിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ലെന്നേ. ഇത് ഒന്നിപ്പിച്ച് ദൈവം വന്നേ. ഇനി ഇവരെ പണിയേണ്ടത് കർത്താവാണ്. നീ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഡിവോഴ്സിലേക്ക് പോകരുത്, അവരുടെ കുടുംബജീവിതം തകരരുത്. കർത്താവേ, അവരെ ആ പ്രതിസന്ധിയുടെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണമേ. യായിറോസിൻ്റെ മകളെ പുറത്തു കൊണ്ടുവന്നതുപോലെ എൻ്റെ മകളെ, എൻ്റെ മകനെ അവരുടെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് അവരെ നിലനിർത്തണമേ. അവരെ ഇപ്പോൾ ആയിരിക്കുന്ന ആ പിശാചിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ മഹത്വം ചലിക്കും. കർത്താവ് അത്ഭുതം ചെയ്യുമെന്നേ. എൻ്റെ പാസ്റ്ററെ, ആ ലാസ്റ്റത്തെ പേപ്പറും കൊടുത്തു കഴിഞ്ഞു. ഇനി അതിനകത്ത് അവർ ആ ഡിവോഴ്സിൻ്റെ അകത്ത് പുറത്തു വരും തോന്നില്ല. പുറത്തു വരും. അവർ ഒരുമിച്ച് ജീവിക്കും. പരിശുദ്ധാത്മാവിനാൽ നിന്റെ തലമുറ നിറയാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിന്റെ തലമുറയെ നിറയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വന്നാൽ ഇവർ ക്ഷമിക്കും, ഇവർ സ്നേഹിക്കും, ഇവർ ദീർഘക്ഷമ കാണിക്കും, ഇവർ ചേർത്ത് പിടിക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടേലേ പറ്റൂ.
പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പണം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല ജോലി ഉണ്ടായിട്ട് കാര്യമില്ല, സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതെല്ലാം വേണം കേട്ടോ. പക്ഷേ മെയിനായി പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിന്റെ തലമുറ നിമിത്തം നീ കണ്ണീര് കുടിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് തലമുറയ്ക്ക് ഏറ്റവും ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കണമെന്നല്ല. കർത്താവേ, എൻ്റെ തലമുറയ്ക്ക് അഭിഷേകത്തിൻ്റെ നിറവുണ്ടാകണം, അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് അവരെ കയറ്റണമേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊടുക്കണമേ, അഭിഷേകത്തിൻ്റെ മക്കൾ നിറയ്ക്കണമേ. കാരണം വചനം പറയുന്നല്ലോ, അന്ത്യകാലത്ത് ഈ സകല ജഡത്തിൻ്റെ പേരും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന്. കർത്താവെ, ഞങ്ങൾ ആ വചനത്തെ ഡിക്ലെയർ ചെയ്യുന്നു, ആ വചനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വെളിപ്പെടാൻ അഭിഷേകത്തിലേക്ക് ഞങ്ങളുടെ തലമുറ കയറട്ടെ. പ്രാർത്ഥിക്ക്, കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ എൻ്റെ തലമുറ നിറയ്ക്കണമേ. അവർ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ മാറട്ടെ. ആമേൻ. നന്മയും കരുണയും അവരുടെ ആയുഷ്കാലം അവരെ പിന്തുടരും. പക്ഷേ അവരെ യഹോവ അവരുടെ ഇടയനായി മാറിയെങ്കിൽ നന്മയും കരുണയും അവരുടെ പുറകെ ഉണ്ടാവും. കർത്താവിനെ ചേർത്ത് പിടിക്കുന്നേ, കർത്താവ് അത്ഭുതം ചെയ്യും. യായിറോസ് വന്നു നിൽക്കുന്നത് യേശുവിൻ്റെ അടുക്കലാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ മരിച്ചാലും ജീവിക്കും. യേശുവിൻ്റെ അടുക്കലാണ് യായിറോസിനെ വന്നു നിൽക്കുന്നത്. നിന്റെ തലമുറ മരിച്ചാലും അതിനെ ഉയർപ്പിക്കാൻ യേശുവിന് കഴിയും. യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു വ്യക്തിയും യേശു വെറുതെ വിട്ടിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു രോഗിയും യേശു സൗഖ്യമാക്കാതിരുന്നിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന സകലരും സൗഖ്യമായി, സകലരും വിടുതൽ അനുഭവിച്ചെങ്കിൽ നിന്നെ കർത്താവ് വെറുതെ വിടത്തില്ല, നിന്റെ തലമുറയെ വെറുതെ വിടത്തില്ല. നിന്റെ തലമുറയെ അനുഗ്രഹിച്ചിരിക്കും, നിന്റെ തലമുറയെ അവൻ ഉയർപ്പിച്ചിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അകത്ത് നിന്റെ തലമുറയെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഈ ചിലരോട് ഈ സംസാരിക്കുമ്പോൾ പറയുന്ന പദം ഇതാണ്, പാസ്റ്ററെ, ഞങ്ങളിരിക്കുന്നത് ഒരു യോർദാൻ്റെ അകത്താണ്, യോർദാൻ്റെ കരയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് പുറത്തു വരാൻ പറ്റത്തില്ല പാസ്റ്ററെ. ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരും ഇല്ല കേട്ടോ, ചില മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, മാതാപിതാക്കളെ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകണം. എല്ലാം അനുകൂലമാകുന്ന സാഹചര്യത്തിൻ്റെ അകത്തല്ല അത്ഭുതങ്ങൾ നടക്കുന്നത്. ഒരു സാഹചര്യവും അനുകൂലമല്ലാതിരിക്കുമ്പോൾ, അവിടെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ അകത്താണ് കർത്താവ് ഇറങ്ങി വരികയും അത്ഭുതം ചെയ്യുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ യോർദാനിൻ്റെ സിറ്റുവേഷൻ്റെ അകത്താണ് പറഞ്ഞ് ഭാരപ്പെടരുത്. യോർദാനാണോ, കലങ്ങി മറിഞ്ഞാണോ നിങ്ങളുടെ കുടുംബജീവിതമുള്ളത്? കലങ്ങി മറിഞ്ഞാണോ നിൻ്റെ ലൈഫ് പോകുന്നത്? പേടിക്കണ്ട കേട്ടോ, അതിൻ്റെ അകത്ത് സ്വർഗം തുറക്കാൻ പോവാം. കാരണം യോർദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭയമാണ്. അവൻ്റെ ഓമന പേര് തന്നെ മരണയോർദാൻ. പക്ഷേ മരണയോർദാൻ്റെ അകത്ത് വെച്ച് ഒരു തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. മരണയോർദാൻ്റെ അകത്ത് വെച്ച് ഒരു തലമുറയ്ക്ക് വേണ്ടി സ്വർഗം തുറന്നു. ദൈവിക പദ്ധതിയിൽ നിന്ന, ദൈവ ഇഷ്ടത്തിന്, പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്ന യേശു യോർദാൻ്റെ അകത്തിറങ്ങിയപ്പോൾ, ദൈവിക പദ്ധതിയാണ് അവൻ യോർദാനിൽ ഇറങ്ങാന്നുള്ളത്. പക്ഷെ യോർദാനിൽ വെച്ച് ആരും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ദൈവിക പദ്ധതിക്ക് നിന്ന യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ, ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകുന്നത് നമുക്കുചിതം എന്ന് പറഞ്ഞ് യോർദാനിൽ സ്നാനമേറ്റ യേശു ഇന്ന് വരെ ഒരുത്തിനും തുറക്കാത്ത സ്വർഗം യോർദാനിൽ വെച്ച് യേശുവിന് തുറന്നതുപോലെ യോർദാൻ്റെ സിറ്റുവേഷൻ്റെ അകത്തും സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുമെന്ന് നീ വിശ്വസിക്കുക. വല്ലാതെ കലങ്ങി മറിയുന്ന അന്തരീക്ഷത്തിൻ്റെ നടുവിൽ യേശുവിന് വേണ്ടി സ്വർഗം തുറന്നതുപോലെ യോർദാനിൽ ഇന്ന് വരെയും ഒരു വ്യക്തിക്കും അങ്ങനെ സ്വർഗം തുറന്നിട്ടില്ല. പക്ഷേ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ തയ്യാറായ യേശുവിന് വേണ്ടി യോർദാൻ്റെ അകത്ത് സ്വർഗം തുറന്നതുപോലെ യേശുവിനെ വിശ്വസിക്കാൻ, ദൈവിക പദ്ധതിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്ന തലമുറയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കലങ്ങി മറയുന്ന പ്രതിസന്ധിയുടെ യോർദാൻ്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്ന് നിന്റെ തലമുറയെ അഭിഷേകം ചെയ്യാൻ. പക്ഷേ
എൻ്റെ തലമുറ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് അവരെങ്ങനെ അഭിഷേകം പ്രാപിക്കും? ഒരു വല്ലാത്ത സിറ്റുവേഷൻ്റെ അകത്തോടെ പോയിക്കൊണ്ടിരിക്കുക. അവർക്കൊരു പ്രാർത്ഥന ഗ്രൂപ്പോ അവർക്കൊരു പ്രയർ സപ്പോർട്ടോ ഒന്നുമില്ല പാസ്റ്ററെ. അവരോട് നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തുമില്ല. പക്ഷേ അവർ ദൈവിക പദ്ധതിയുടെ അകത്താണെങ്കിൽ, നീ ദൈവിക പദ്ധതിയുടെ അകത്താണെങ്കിൽ അവർ വെറുതെ വിടത്തില്ല. അവരുടെ മേൽ അഭിഷേകം ഇറങ്ങും. യോർദാനിൽ 100 കണക്കിന് ആൾക്കാർ സ്നാനമേറ്റു പോകുമ്പോൾ തുറക്കാത്ത സ്വർഗം യേശുവിന് വേണ്ടി തുറന്നതുപോലെ ദൈവിക പദ്ധതിയിൽ നിൽക്കുന്ന നിനക്ക് വേണ്ടി 100 കണക്കിന് കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിന്റെ കുഞ്ഞിനെ, തികച്ചും വ്യത്യസ്തമായി നിന്റെ കുഞ്ഞിനെ അവൻ അഭിഷേകം ചെയ്യും. അവന് വേണ്ടി ഡോർ തുറക്കും. അവൾക്ക് വേണ്ടി സ്വർഗം തുറക്കും. അവൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. അവന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. അവന് വേണ്ടി സ്വർഗം തുറക്കും. അവന് വേണ്ടി സ്വർഗം തുറന്നിരിക്കും. വിശ്വസിക്കാൻ തയ്യാറാക്കുക. എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാക്കുക. നിങ്ങൾ പറയുന്ന പ്രതികൂല സാഹചര്യത്തിൻ്റെ അകത്ത്, നിങ്ങൾ പറയുന്ന ആ വലിയ പ്രതിസന്ധിയുടെ അകത്ത്, ആമേൻ, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകുന്നത് കാണുക. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്ത്, ആ പ്രതികൂലത്തിൻ്റെ അകത്ത് യോർദാനിൽ സ്വർഗം തുറന്നതുപോലെ, വല്ലാത്ത സിറ്റുവേഷൻ്റെ അകത്തിരിക്കുന്ന തലമുറയോട്, കുടുംബത്തോട് പരിശുദ്ധാത്മ പറയുന്നു, യോർദാനിൽ സ്വർഗം തുറന്നതുപോലെ നീ ഇരിക്കുന്ന ഇടത്ത് സ്വർഗം നിനക്ക് വേണ്ടി ഓപ്പൺ ആകും. പക്ഷേ നീ ദൈവിക പദ്ധതിയിലേക്ക് കയറാൻ തയ്യാറാകണം. യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്തപ്പോഴാണ് സ്വർഗം, ഹെവൻ ഓപ്പൺ ആയത്. നിന്റെ മേലുള്ള വിളി, നിന്റെ തലമുറയെക്കുറിച്ചുള്ള വിളി, നിന്റെ മേലുള്ള തിരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കുക. നീ അതിലേക്ക് കയറുക. സ്വർഗം നിനക്ക് വേണ്ടി ഏത് സാഹചര്യത്തിന് നടുവിലും സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. അഭിഷേകം നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ അത്ഭുതകരമായി നിന്റെ തലമുറ പുറത്തു വരും. ഇനി രക്ഷയില്ല, ഇനി ജീവിക്കത്തില്ല, പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞ തലമുറ, യായിറോസിൻ്റെ മകൾ പുറത്തു വന്നതുപോലെ, ജീവിച്ചെഴുന്നേറ്റതുപോലെ, അവളുടെ താഴോട്ട് വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്, അവളുടെ ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു. ആമേൻ. നിന്റെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ട ആത്മാവ്, നിന്റെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ട അഭിഷേകം, പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയിലേക്ക് വീണ്ടും തിരിച്ചു പിടിക്കാൻ, ആമേൻ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കർത്താവേ, പരിശുദ്ധാത്മാവ് എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട അഭിഷേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വരട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ആ നിറവ് വരട്ടെ. ആമേൻ. പ്രാർത്ഥിച്ചു തുടങ്ങുക. ആമേൻ. അവളിലേക്ക് ആത്മാവ് മടങ്ങി വന്നു എന്ന് പറയുന്നത് പോലെ നിന്റെ തലമുറയിലേക്ക്, അവനിലേക്ക്, അവളിലേക്ക് ആത്മാവ് വീണ്ടും മടങ്ങിക്കയറുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും നിന്റെ തലമുറയിൽ ആക്റ്റീവാകുന്നു. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നിന്റെ തലമുറ പിടിക്കാൻ പോകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പിടിക്കകത്തേക്ക് നിന്റെ തലമുറയെ പരിശുദ്ധാത്മാവ് കയറ്റാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന തലമുറകളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ, ആമേൻ, മാതാപിതാക്കളുടെ മേൽ പ്രാർത്ഥനയോടെ ഈ ദൂതിനെ സ്വീകരിക്കുന്ന മാതാപിതാക്കളുടെ മേൽ, അവരുടെ തലമുറകളുടെ മേൽ, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ വീഴട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ തലമുറകൾ പിടിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ തലമുറകൾ വേർതിരിയപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ തലമുറകൾ നിറയപ്പെടട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. അത്ഭുതം, അത്ഭുതം, മഹാ അത്ഭുതം അവൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ അവൾ രക്ഷപ്പെടും. എന്നാൽ അവൻ രക്ഷപ്പെടും. എന്നാൽ നീ രക്ഷപ്പെടും. വിശ്വസിക്കുക. യേശു അത്ഭുതം ചെയ്യും. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്യും.
ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറ പുറത്തു വരും, അവർക്ക് നല്ല ഭാവി ഉണ്ടാകും, അവർക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാകും, അവർക്ക് നല്ല ജോലി ലഭിക്കും, അവർക്ക് നല്ലൊരു ആത്മീയ നിലവാരം ഉണ്ടാകും, തലമുറ ഏറ്റവും മാനിക്കപ്പെടും. വിശ്വസിക്കുക, ആമേൻ പറയുക. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. കർത്താവ് കൈമാറിയ ചില പ്രവചന ശബ്ദം കൂടെ ഞാൻ കൈമാറുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ചില വെളിപ്പാടുകൾ ഈ രാത്രി ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പറഞ്ഞ ദൈവശബ്ദങ്ങൾ ഞാൻ കൈമാറുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. വളരെ 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 ഗൗരവത്തോടെ ഈ വിഷയത്തെ ഏറ്റെടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നെ പരിശുദ്ധാത്മാവ് കാണിച്ച ഒരു ദർശനം, സാറ്റലൈറ്റ്, എന്നൊരു പിക്ചറാണ് ദൈവാത്മാ കാണിക്കുന്നത്. ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു. മനുഷ്യ നിർമ്മിതമായ ഉപഗ്രഹം, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇങ്ങനെ കിടന്ന് റൗണ്ട് ചെയ്യുന്ന പരിശുദ്ധന്മാരെ കാണിച്ചു. ആ ആർട്ടിഫിഷ്യൽ ഇങ്ങനെ കറങ്ങുന്ന പിക്ചർ എന്നെ കാണിക്കുകയാണ്. സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കറങ്ങുന്നു. പരിശുദ്ധാത്മാവ് ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഇടപെടുകയാണ്. എന്നെ കാണിക്കുക, ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾ, മനുഷ്യനിർമ്മിതമായ സാറ്റലൈറ്റുകൾ, അത് തമ്മിൽ കൂട്ടിയിടിച്ച് തീപിടുത്തമുണ്ടായി സാറ്റലൈറ്റുകൾ താഴേക്ക് പതിക്കുന്ന ഒരു സംഭവം പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത്. രണ്ട് വിധത്തിലാണ് ഇതിൻ്റെ കറക്കത്തിൻ്റെ ഇടയിൽ ഇത് സംഭവം തമ്മിൽ സ്വാഭാവികമായി കൂട്ടിയിടിക്കുന്നു. ചില രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളെ മനഃപൂർവ്വമായി തകർക്കുന്ന വിധത്തിൽ, സാറ്റലൈറ്റ് ഉപയോഗിച്ച് തന്നെ തകർക്കുന്ന വിധത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. സാറ്റലൈറ്റുകൾ തകർക്കുന്ന, ചില രാജ്യത്തെ തകർക്കാൻ വേണ്ടി സാറ്റലൈറ്റുകൾ, അവർ നിർമ്മിച്ചു വിട്ടിരിക്കുന്ന സാറ്റലൈറ്റുകളെ മറ്റു രാജ്യങ്ങൾ അതിന് തകർത്ത് കളയും. ഇത് സംഭവിക്കും. ചില രാജ്യങ്ങളിലെ സിഗ്നൽ, ഇത് നിമിത്തം പല രാജ്യങ്ങളുടെയും സിഗ്നലുകൾ നഷ്ടപ്പെടും, നെറ്റ്വർക്കുകൾ നഷ്ടപ്പെടും. ഇത് ഒരു യുദ്ധത്തിൻ്റെ ഭാഗമാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. സാറ്റലൈറ്റ് സംവിധാനങ്ങളെ തകർത്ത് കളയുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. സാറ്റലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കും, തീപിടുത്തമുണ്ടാകും, തീ പിടിച്ച് ഭൂമിയിലേക്ക് ഇത് വീഴും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. തീ പിടിച്ചത് താഴേക്ക് ഒന്ന് വീഴുന്ന ഞാൻ കാണുന്നത്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആ വിഷയത്തെ ഗൗരവമായി എടുക്കുക. കർത്താവ് ജനത്തോട്, രാജ്യങ്ങളോട് കരുണ കാണിക്കട്ടെ. ആ വിഷയത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു കാര്യം, എന്നെ ദൈവാത്മാവ് ഒരു വിഷ്വൽ കാണിക്കുകയായിരുന്നു. ഞാൻ കാണുന്നത് ഒരു 18, 24 ആ വയസ്സ് ഉള്ള പെൺകുഞ്ഞുങ്ങൾ. ഇവർ നല്ല ഡ്രസ്സിലാണ് നിൽക്കുന്നത്. റോഡിൽ ടൗണിലൊക്കെ നിൽക്കുന്നത് കാണുന്നു. പക്ഷെ ഇവർക്കെല്ലാം ഡിപ്രഷനാണ്. ഈ ഒരു ഏജിൽ നല്ല വെൽ ഡ്രസ്സ് ധരിച്ച ഈ കുഞ്ഞുങ്ങളുള്ളത്, പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷനാണ്. പരിശുദ്ധ പറയുന്ന പദവിയാണ്, പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. തലമുറയെ പിടിമുറുക്കുന്ന ഡിപ്രഷൻ എന്ന ആ ദുരാത്മാവിൻ്റെ, ആ സ്പിരിറ്റിൻ്റെ അകത്തുനിന്ന് തലമുറയെ ദൈവം വിടുവിക്കുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആമേൻ.
വ്യാപകമായി പെൺകുഞ്ഞുങ്ങളിൽ, എസ്പെഷ്യലി പെൺകുഞ്ഞുങ്ങളിൽ, ആമേൻ, ആൺകുഞ്ഞുങ്ങൾക്കും അതുണ്ട്, പക്ഷേ അധികമായി വരാൻ പോകുന്നത് പെൺകുഞ്ഞുങ്ങളിൽ ഡിപ്രഷൻ ഉണ്ടാകും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഒരു 18, 19, 20, 21, 24 വയസ്സ്, 25 വയസ്സ് വരെയുള്ള ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുന്നത് കണ്ട അവർ ഒന്നും പറയത്തില്ല, നല്ല ഡ്രസ്സിൽ നല്ല മിടുക്കികളായി വരുന്നത്, പക്ഷേ ഇവർക്ക് ഡിപ്രഷനാണ്. ഇവരുടെ ലൈഫിനെ വെല്ലുവിളിയായി, ഇവിടെ മുമ്പോട്ടുള്ള ഭാവിക്ക് വെല്ലുവിളിയായി ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പെൺകുഞ്ഞുങ്ങളുള്ളവർ പ്രാർത്ഥിക്കുക. ആൺകുഞ്ഞുങ്ങളുള്ളവരും പ്രാർത്ഥിക്കുക. ഡിപ്രഷൻ വ്യാപകമായി ഒരു പകർച്ചവ്യാധി പോലെ ഡിപ്രഷൻ ഉണ്ടാകാൻ പോകും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആ സ്പിരിറ്റിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അത്ഭുതം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ തലമുറകൾ നിറയപ്പെടാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഇതിനെ മറികടക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിറയാൻ പ്രാർത്ഥിക്കുക. വീണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു കാര്യം, ഇത് വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി ജോലി ചെയ്യുന്നവർ, മറ്റു രാജ്യങ്ങളിൽ, യൂറോപ്പ് കൺട്രികളിൽ, മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർ, താമസിക്കുന്നവർ, വർഷങ്ങളായി അവിടെ താമസിക്കുന്നവർ, ആമേൻ, നിങ്ങളുള്ള പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയുപദേശമാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ജനത്തോട് ബുദ്ധി ഉപദേശിക്കുക, ജനത്തോട് ഇത് കൈമാറുക എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്ത്, താമസിക്കുന്ന രാജ്യങ്ങൾ, അവിടെ ഇപ്പോൾ നിങ്ങൾ താമസിക്കും. ചിലത് സ്ഥിരതാമസമാണ്, ചിലർക്ക് ചില രാജ്യങ്ങളിൽ വീടുകളുണ്ട്. എല്ലാം നല്ല കാര്യം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പക്ഷെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരിടം ഉണ്ടായിരിക്കണം. മിക്കവർക്കും ഉള്ളവരാണ്, ഇല്ലാത്തവർ അത് വേഗത്തിൽ ക്രമീകരിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങട്ടെ. സ്വന്തമായ ഒരു വീട്, ഒരു കിടപ്പാടം നിങ്ങളുടെ രാജ്യത്ത്, അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് ഉണ്ടാക്കിയിരിക്കണം. ആമേൻ. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയുപദേശമാണ്. വരുന്ന 4-5 വർഷങ്ങൾക്കുള്ളിൽ, ഇത് പ്രവചന ശബ്ദമാണ് കൈമാറുന്നത്, വരുന്ന 4-5 വർഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങളാകെ കലങ്ങി മറിയും. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നിടത്തുനിന്ന് പറയും, നിങ്ങൾ പൊക്കൊള്ളുക, സ്വദേശിവൽക്കരണം എന്നൊക്കെ പറയും. രാജ്യങ്ങൾ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു. ഒരു രാജ്യങ്ങൾക്കും ഒരു സ്വസ്ഥതയുമില്ലാത്ത വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവർ പറയും, ഇന്ത്യക്കാർ, മറ്റുള്ള രാജ്യക്കാർ പുറപ്പെട്ടുകൊള്ളുക, ഞങ്ങളുടെ രാജ്യത്തു നിന്ന് പോകാൻ അവർ നിർബന്ധിക്കും, അവിടുന്ന് പോയേ പറ്റൂ. അങ്ങനെയൊരു സാഹചര്യം വരുന്ന 4-5 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നു. ഈ 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ക്രമീകരണങ്ങൾ ദൈവമക്കൾ ക്രമീകരിക്കുക. ഇത് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. എന്നോട് അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. ജനത്തോട് ബുദ്ധി ഉപദേശിക്കുക, ജ്ഞാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് അവിടെ വീടുണ്ടാകാം, വീടില്ലാത്തവരായിരിക്കാം, പക്ഷേ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ദേശത്ത്, നിങ്ങൾ സ്വന്തമായി ഒരു കിടപ്പാടം വാസയോഗ്യമായത് ഒരുക്കുക. പക്ഷെ ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല കേട്ടോ. ഇതും ശാശ്വതമല്ല. നിത്യമായ ഒരു വാസസ്ഥലമുണ്ട്, അത് സ്വർഗത്തിലാണ്. അതിനു വേണ്ടിയും ഒരുങ്ങിക്കൊള്ളുക. ഏറ്റവും അത്യാവശ്യം അതാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നിങ്ങൾക്ക് ഒരു വാസസ്ഥലമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അത് സ്വർഗത്തിലാണ്. അത് ഉറപ്പാക്കുക. അവിടെയും എനിക്ക് വാസസ്ഥലമുണ്ട് എന്ന് ജനങ്ങൾ ഉറപ്പാക്കുക. പ്രത്യേകം ഈ വിഷയങ്ങൾ പ്രവാസി
മലയാളികളിലേക്ക് മറ്റു രാജ്യങ്ങളിൽ സെറ്റിലായി ഇരിക്കുന്നവർക്കും എല്ലാം ഇത് ഷെയർ ചെയ്യുക, അവരിലേക്ക് എത്തിക്കുക. പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. എന്നോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ട ശബ്ദമാണ്. ആമേൻ. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ സ്വന്തം ഒരു ഭവനം, ക്രമീകരണങ്ങൾ ക്രമീകരിക്കുക. ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോരേണ്ട ഒരു സിറ്റുവേഷൻ, അന്തരീക്ഷം ഉണ്ടാകാൻ പോകുന്നു. വലിയ വലിയ പ്രതിസന്ധികൾ, വലിയ പ്രതികൂലങ്ങൾ, വലിയ പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തം, യുദ്ധങ്ങൾ നിമിത്തം രാജ്യങ്ങളെല്ലാം കീഴ്മേൽ മറിയും. അവിടുന്ന് ഇട്ടിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ പല രാജ്യങ്ങളിലും ഉള്ളത് ഇട്ടിട്ട് ജീവനം കൊണ്ട് പോകേണ്ട സിറ്റുവേഷൻ വരാൻ പോകും. വേഗത്തിൽ അത് ക്രമീകരിക്കുക. നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ ദേശത്ത് അത് ക്രമീകരിക്കുക. പരിശുദ്ധൻ ബുദ്ധി ഉപദേശിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വാസസ്ഥലമുണ്ട്. അത് സ്വർഗരാജ്യമാണ്. ആ സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാൻ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. നിത്യമായ വീട്ടിൽ, ആമേൻ, നിത്യമായ വീടിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. അത് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു കാര്യം, ചില രാജ്യങ്ങളിൽ നിന്ന് കൂട്ട പലായനം നടക്കാൻ പോകുന്നു. ഗാസയിൽ നിന്ന് കഴിഞ്ഞിടങ്ങളിലൊക്കെ ന്യൂസ് വന്നതുപോലെ കൂട്ടമായി അവർ പലായനം ചെയ്തു എന്ന്, മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു, മറ്റു ദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു എന്ന് കേട്ടതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ഇത് സംഭവിക്കാൻ പോകുന്നു. കൂട്ടമായി ജനം ആ രാജ്യത്തിൻ്റെ സ്വസ്ഥത കെട്ടിട്ട് കൂട്ടമായി ജനം പലായനം ചെയ്യാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. രാജ്യങ്ങളോട് കർത്താവ് കരുണ കാണിക്കാനും രാജാക്കന്മാർ, പ്രസിഡന്റുമാർ അവർക്ക് സുബോധമുണ്ടാകാനും പ്രാർത്ഥിക്കാം. ഇത് അന്ത്യകാലഘട്ടമാണ്. രാജ്യത്തോട് എതിർക്കുന്ന യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്ന ഒരു ടൈമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആരും കൈവിടപ്പെട്ടു പോകാതിരിക്കട്ടെ. വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെട്ട മറ്റൊരു കാര്യം, ഡൽഹി ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് ഡൽഹി എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് പ്രാർത്ഥിക്കാം. ആ സ്ഥലത്ത് ഡൽഹിയിൽ ദൈവം കാണിക്കുന്നത് പ്രളയം എന്നൊരു പദം, ഡൽഹി പ്രളയം എന്നൊരു പദം ദൈവം ഇടപെടുന്നു. ഡൽഹി ഒന്ന് പ്രാർത്ഥിക്കുക. വലിയ മഴയും വലിയ പ്രളയവും ഡൽഹിയിൽ ഉണ്ടാകാൻ പോകുന്നു. അത് ഈ പരിശുദ്ധങ്ങൾ കാണിക്കുന്നത് ഡൽഹിയിൽ വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ 100 കണക്കിന് കടകൾ കത്തി നശിക്കുന്ന വിധത്തിലുള്ള വലിയൊരു തീപിടുത്തം ഡൽഹി എന്ന് പറയുന്ന പട്ടണത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ആ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മുടെ തലസ്ഥാനത്തെ, ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയെ ദൈവം വിടുവിക്കട്ടെ. കർത്താവ് കരുണ കാണിക്കട്ടെ. ഈ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ അത്ഭുതം ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ വെളിപ്പെടട്ടെ. നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവ് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വസിക്കുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. ഈ പ്രവചന ശബ്ദങ്ങൾ കേട്ടും ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. നിനക്ക് വേണ്ടി ദൈവം കരുതും. നീ കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങുക. കർത്താവ് നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. തലമുറ പുറത്തു വരും, ജീവിക്കും, രക്ഷപ്പെടും. നീ രക്ഷപ്പെടും, നിൻ്റെ തലമുറ രക്ഷപ്പെടും. യേശുവിൽ വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.